ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം എഗെയിൻ ഞാൻ വന്നു. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കഴിഞ്ഞ സൺഡേയിലൊന്നും വ്ളോഗ് ഇട്ടിട്ടില്ല. കാരണം ടൈമില്ല എനിക്ക്. ഓൾറെഡി ടൈറ്റ്നെസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കുറേ ക്ലാസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു തീർക്കുന്ന തിരക്ക്, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, അപ്പം അങ്ങനെയൊക്കെ ആയി. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ജൂലൈ 17 എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നുള്ളത്. പക്ഷേ അബദ്ധവശാൽ അതൊന്ന് ആ ഡേറ്റ് ഒന്ന് മാറി. സോ 31 ആയിരുന്നു എൻ്റെ ഡേറ്റ്. സോ ഞാൻ ടെസ്റ്റ് പാസ്സായി. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ഭയങ്കര സന്തോഷമായി. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ ഞാൻ ശ്രമിച്ചു. കാരണം നീറ്റും പിന്നെ ഈ ഡ്രൈവിംഗ് ക്ലാസ്സും കൂടെ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോയെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പോൾ സക്സസ്ഫുള്ളി ഞാനതിൽ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. സോ ഹാപ്പി ആൻഡ് ഐ എം സോ ബ്ലെസ്ഡ്. ആൻഡ് പിന്നെ എന്തൊക്കെയാണ്, ഈ വ്ളോഗിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഞാൻ 4:30 എണീറ്റത്. 4:30 എണീറ്റിട്ട് പിന്നെ ഞാൻ തെർമോഡൈനാമിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചുണ്ടായിരുന്നു തിയറി. അപ്പോൾ അത് പഠിച്ചു. അതിനുശേഷം പിന്നെ ലോസ് ഓഫ് മോഷനാണ്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് പോർഷൻസ് തിയറി അല്ല, ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പനി വന്നിട്ട് അറൗണ്ട് ഒരു 1 വീക്ക് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായ എൻ്റെ ക്ലാസ്സും എല്ലാം പോയി. അതിപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. മോഷൻ 2 ഡയമെൻഷനും പിന്നെ റിഡോക്സും. എനിക്കറിയില്ല അതെപ്പം തീർക്കും എന്നുള്ളത്. അതിൻ്റെ ഒരു ടെൻഷൻ വേറെ തന്നെയാണ്. എനിക്കിപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ തന്നെ ആകെ ഡൗൺ ആയിട്ട് പോവാണ്. ഞാൻ ആദ്യമേ പറയാറുണ്ട്, ഒരു പകുതി എത്തുമ്പോൾ നമ്മൾ കിളിയൊക്കെ പാറി തുടങ്ങുമെന്ന്. അത് എൻ്റെ ഈ 3-ാമത്തെ വർഷവും ഇതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരിയാവുമായിരിക്കും. നമ്മൾ സ്ട്രോങ് ആവുക, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം. എനിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ, ഓണത്തിൻ്റെ ഒരു 2 ദിവസം ലീവ് കിട്ടാറുണ്ട്. 2 ദിവസം 1 ദിവസമൊന്നും അറിയില്ല. പക്ഷേ ആ ദിവസവും നമുക്ക് റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ അപ്പുറത്തെ വർഷമാണോ എന്നറിയില്ല. അപ്പോൾ ആ ഒരു 2 ദിവസം അല്ലെങ്കിൽ ആ 1 ദിവസമുള്ള ലീവാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പെൻഡിങ്സ് ആകെ ഉള്ളത് ഈ മോഷൻ 2 ഡയമെൻഷൻ്റെ ഒരു 4 ക്ലാസ്സും പിന്നെ റിഡോക്സിൻ്റെ ഒരു 3 ക്ലാസ്സും. അപ്പം ഞാൻ രാവിലെ തന്നെ കാണാനിരുന്നത് ജോളി സാറിൻ്റെ ക്ലാസ്സാണ്. എനിക്ക് ജോളി സാറിനെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോളി സാറിൻ്റെ ക്ലാസ് അടിപൊളിയാണ്. ചിരിച്ചുകൊണ്ട് ക്ലാസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത്ര വലിയ തമാശ എന്നല്ല, പക്ഷെ എന്നാലും സാറിൻ്റെ ഒരു എനിക്കറിയില്ല, സാറിൻ്റെ ആ ഒരു സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യം സാർ എടുക്കുന്ന കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവില്ല. ആ ഒരു രീതി, സാർ ഭയങ്കര സ്പീഡിൽ പറയും. പിന്നെ ഇപ്പം 3 വർഷം ആയല്ലോ, അപ്പം അതുകൊണ്ട് എനിക്ക് അതിനോട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര ടെൻഷനാണ്. എത്ര പെട്ടെന്നാണ് ഇങ്ങനെ സമയം പോകുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കും, ഇപ്പോഴല്ലേ ജൂൺ 1 ഉണ്ടായത്, അല്ലെങ്കിൽ ജൂൺ 9 ഇപ്പോൾ കഴിഞ്ഞതുപോലെ തോന്നും. എത്ര പെട്ടെന്നാണല്ലേ ടൈമൊക്കെ പോകുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കുമ്പോൾ ടൈം പോകുന്നത് അറിയേയില്ല. അയ്യോ, അപ്പോൾ ഇങ്ങനെ എൻഡ് ഓഫ് ദി ഡേ ഞാൻ എപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞല്ലേ ആക്ച്വലി. ഇനി നമുക്ക് ഏകദേശം എറൗണ്ട് ഒരു 9 മാസം ഉണ്ടെന്ന് പറയാം. 9 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ കുറേ ദിവസമുണ്ട് അല്ലെങ്കിൽ കുറേ ടൈം ഉണ്ടെന്ന്. പക്ഷേ ഒരിക്കലുമില്ല. നമ്മളിപ്പോൾ തന്നെ വർക്ക് ചെയ്യുക. ഞാൻ എനിക്കും കൂടി തന്നെയാണ് പറയുന്നത്. ഇപ്രാവശ്യമെങ്കിലും എന്നെപ്പോലെ നാട്ടുകാരെ കയ്യിൽ നിന്നും കുടുംബക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കളിയാക്കൽ കിട്ടിയ, പരിഹസിച്ച ആൾക്കാരുടെയൊക്കെ മുമ്പിൽ നമുക്കൊക്കെ ഇപ്രാവശ്യമെങ്കിലും നമുക്ക് നീറ്റ് നല്ല റിസൾട്ട് വാങ്ങിയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ളത് എൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണെന്ന് പറയാം. എഡ്യൂക്കേഷനലി എൻ്റെ ഉമ്മ കുറച്ച് ലോ ലെവലാണെങ്കിലും നമ്മൾ ഇമോഷണലി എത്രമാത്രം കണക്റ്റഡ് ആണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ വാക്കുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. ഈ ഒരു 3 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ ചില സമയത്ത് ഞാൻ വയലൻ്റ് ആവാറുണ്ട്. കാരണം ഞാൻ ചില ഡിപ്രഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാൻ വയലൻ്റ് ആവും, ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. അപ്പോഴൊക്കെ എന്നെ സഹിച്ച്
എന്നെ സമാധാനിപ്പിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണ്. ഞാനിങ്ങനെ റൂമിലെ ആ ഒരു 4 ചുമരിനുള്ളിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കും. കാരണം നീറ്റാണല്ലോ പഠിക്കുന്നത്, പുറത്തിറങ്ങാനും പറ്റില്ല, പിന്നെ എന്താ ആരോടെ പറയണ്ടേ ഒന്നും അറിയില്ല, ഇപ്പോൾ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോഴൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മാനെക്കുറിച്ച് ഞാൻ 2 വാക്ക് സംസാരിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ ലഞ്ച് ഞാൻ ബോഡി ഫ്ലൂയിഡ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്ന്. എന്തൊക്കെയോ ആണ് ഗൈസ്, വാക്കുകളൊന്നും കിട്ടുന്നില്ല, എന്തൊക്കെയോ ആണ്. അപ്പോൾ ഞാൻ ബോഡി ഫ്ലൂയിഡ്സ് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് അവിടെ ഇവിടെ ഇങ്ങനെ എഴുതി കൂട്ടണം, പിന്നെ നല്ലോണം ഹൈലൈറ്റ് ചെയ്യണം. ഞാൻ എല്ലാ ലൈൻസും ഹൈലൈറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ ആവശ്യമുള്ളത് മാത്രമേ ഹൈലൈറ്റ് ചെയ്യുള്ളൂ. NCERT-യിലുള്ള ഒട്ടുമിക്ക ലൈനുകളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എല്ലാ ലൈനുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചില വീഡിയോസിൻ്റെ താഴെയൊക്കെ കാണാറുണ്ട് എന്തിനാ ഇങ്ങനെ ഫുള്ളോ ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നത്. എനിക്കിങ്ങനെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഇങ്ങനെ ചെയ്താലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻ്റ് അല്ല എന്നുള്ളത് എനിക്കറിയാം. ബട്ട് എന്നാലും ചാനലിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. സോ താങ്ക് യു.